70കാരിയെ ദേഹമാകെ മുറിവുകളുമായി രക്തം വാർന്ന് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇടപ്പള്ളി ക്യാമ്പിയൻ സ്കൂളിന് സമീപം പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷൻ 16-ൽ സപ്തസ്വരം വീട്ടിൽ വനജയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 70 വയസ്സായിരുന്നു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. കിടക്കയിലാണ് ചോരയൊലിപ്പിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ വനജ മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ശേഷമാണ് ബന്ധുക്കൾ ഈ കാര്യം അറിഞ്ഞത്. തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി. രാത്രി വൈകിയതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ശനിയാഴ്ച മാറ്റുകയായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഗീത അധ്യാപികയായിരുന്നു. അതേസമയം ശരീരമാകെ മുറിപ്പാടുകളുണ്ടായിരുന്നു. ഭർത്താവ് പരേതനായ വാസു. വനജയുടെ അനിയത്തിയുടെ മകളും ഭർത്താവുമാണ് ഒപ്പം താമസിച്ചിരുന്നത്. ഇവർ വീട്ടിലില്ലായിരുന്നു. അതേസമയം ആ മുറിക്കുള്ളിൽ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. മുൻവശത്തെ വാതിൽ പൂട്ടാറില്ല. കൊലപാതകമാണെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു.